എല്ലാവർക്കും നമസ്കാരം. മണിയത്താറ്റുമന ജ്യോതിഷം ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നവംബർ മാസം 21 വെള്ളിയാഴ്ച, വൃശ്ചിക മാസത്തിലെ 30 വെള്ളിയാഴ്ചയാണ്. ശബരിമലയിലെ തങ്കസൂര്യോദയം ഈ പ്രപഞ്ചമാകെ അലയടിക്കുന്ന പുണ്യമാസമാണ് വൃശ്ചിക മാസം. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ സാക്ഷാൽ മഹാലക്ഷ്മി ഈ ഭൂമിയിൽ ഉള്ള ദിവസം. മലയാള മാസം 1201 ആണ്ടിലെ 4ാമത്തെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം. വൈകുണ്ഠം വിട്ട് നമ്മളെ അനുഗ്രഹിക്കുവാനായി നിധികുംഭം നൽകി നമ്മൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും നൽകി അനുഗ്രഹിക്കുന്നതിനായി സാക്ഷാൽ മഹാലക്ഷ്മി ദേവി ഈ ഭൂമിയിലേക്ക് അവതരിക്കുന്ന ദിവസം. നാളെ വെള്ളിയാഴ്ച ഞാൻ ഈ പറയുന്ന ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ എല്ലാം വീടുകളിൽ കാണുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിലും മഹാലക്ഷ്മി ദേവി വന്നിരിക്കുന്നു. നിങ്ങളെ എല്ലാവരെയും, എല്ലാ കുടുംബാംഗങ്ങളെയും മഹാലക്ഷ്മി അനുഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും എല്ലാം അവസാനിക്കുവാൻ പോകുന്നു. മഹാലക്ഷ്മിയുടെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ വച്ചടി ഇനി മുതൽ കയറ്റമായിരിക്കും. എല്ലാ രീതിയിലും ലക്ഷ്മി ദേവി നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും പണവും സമ്പത്തും എല്ലാം നൽകും എന്നാണ്. ഞാൻ ഇവിടെ 10 ലക്ഷണങ്ങൾ പറയാം, 10 കാര്യങ്ങൾ. ആ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നാളെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ചയായിരിക്കും സംഭവിക്കുക. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നാളെ വെള്ളിയാഴ്ച രാത്രി തീരും മുമ്പ് നിങ്ങളുടെ ജീവിതത്തിലോ നിങ്ങളുടെ വീടുകളിലോ കാണുകയാണെങ്കിൽ ഉറപ്പിച്ചോളൂ, മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്നുള്ളതാണ്. അതായത് ഭഗവതി വന്നു അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഉയർച്ചയുടെയും സമ്പൽ സമൃദ്ധിയുടെയും മഹാഭാഗ്യത്തിന്റെയും ദിവസങ്ങളാണ് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് ഈ അധ്യായത്തിൽ മനസ്സിലാക്കാം. 10 ലക്ഷണങ്ങളും നിങ്ങൾ കേട്ടു നോക്കൂ. ഏതെല്ലാമാണ് നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നത്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് വരുവാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും നിങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞാൽ, വരുന്ന വെള്ളിയാഴ്ച നിങ്ങൾക്ക് അത് കാണുവാൻ കഴിഞ്ഞാൽ, നാളെ വെള്ളിയാഴ്ച രാത്രി തീരെ മുമ്പ് കാണുവാൻ കഴിഞ്ഞാൽ എഴുതി വെച്ചോളൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകും. ഈ പ്രവചനം അച്ചിട്ടാണ്. ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കാണുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ നിങ്ങൾ കുറിക്കുക. ഈ ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നാളെ വെള്ളിയാഴ്ച, മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മി നമ്മുടെ വീടുകളിൽ വരുന്ന ദിവസം. വിളക്ക് തെളിയിക്കുന്നവർക്ക്, നിലവിളക്ക് കത്തിക്കുന്നവർക്ക്, വിളക്ക് തെളിയിക്കുന്ന സ്ത്രീകൾക്ക് തങ്ങളുടെ ഇടതു കണ്ണ് തുടിക്കും എന്നുള്ളതാണ്. ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. മഹാലക്ഷ്മി അവരെ ജീവിതത്തിൽ എല്ലാ രീതിയിലും സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. നാളത്തെ ദിവസം വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്ന സ്ത്രീകളുടെ ഇടതു കണ്ണ് തുടിച്ചാൽ ഏറ്റവും ശുഭകരമായ, അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണത്. എഴുതി വെച്ചോളൂ, അവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും, സർവ്വ സൗഭാഗ്യങ്ങളും ജീവിതത്തിൽ വന്നു ചേരും. വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ ദൈവം മഹാലക്ഷ്മി നമ്മളെ അറിയിക്കുന്നതാണ് സ്ത്രീകളുടെ ഇടത് കണ്ണ് തുടിക്കുന്നത്. ഇനി പുരുഷന്മാരാണ് ഇങ്ങനെ വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്നതെങ്കിൽ അവരുടെ വലത് കണ്ണ് തുടിക്കും. അപ്പോൾ നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം വീടുകളിൽ നിലവിളക്ക് തെളിയിക്കുന്ന സ്ത്രീകളുടെ ഇടത് കണ്ണും പുരുഷന്മാരാണെങ്കിൽ അവരുടെ വലത് കണ്ണും തുടിച്ചു കഴിഞ്ഞാൽ അതീവ ശുഭകരമാണ്. സർവ്വ ഐശ്വര്യങ്ങളും ആ വീടുകളിലേക്ക് ഒഴുകിയെത്തുന്നതിന്റെ സൗഭാഗ്യ മഴയുടെ ലക്ഷണങ്ങളാണ്. രണ്ടാമത്തെ ലക്ഷണം, നിങ്ങളുടെ വീടുകളിൽ മഹാമുപ്പട്ട് ദിവസം വെള്ളിയാഴ്ച, നാളെ വെള്ളിയാഴ്ച ദിവസം മൂങ്ങിയെ കാണുന്നതാണ്. നാളെ പകൽ സമയത്തോ അല്ലെങ്കിൽ സന്ധ്യാസമയത്തോ നിങ്ങളുടെ വീടുകളിലോ വീടുകളുടെ പരിസരത്തോ അല്ലെങ്കിൽ അതിനോട് ചേർന്നുള്ള മരങ്ങളിലോ നിങ്ങൾക്ക് മൂങ്ങിയെ ദർശിക്കുവാൻ കഴിഞ്ഞാൽ, മൂങ്ങിയെ കാണുവാൻ കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന വളരെ വലിയ ഉയർച്ചയുടെ, സമ്പൽ സമൃദ്ധിയുടെ, സൗഭാഗ്യങ്ങളുടെ ലക്ഷണമാണ്. മൂങ്ങ മഹാലക്ഷ്മി ദേവിയുടെ വാഹനമാണ്. മൂങ്ങിയെ വെള്ളിയാഴ്ച ദിവസം, നാളെ വെള്ളിയാഴ്ച ദിവസം കാണുവാൻ കഴിയുന്നത് മഹാസൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ്. അങ്ങനെ നാളത്തെ ദിവസം മൂങ്ങിയെ കാണുവാൻ കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ഭഗവതി നിങ്ങളുടെ വീടുകളിലുണ്ട്, മഹാലക്ഷ്മി നിങ്ങളുടെ വീടുകളിലുണ്ട്, മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഇനി ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്നാണ് നാളത്തെ ദിവസം മൂങ്ങിയെ കാണുവാൻ സാധിക്കുന്നത്.
അപ്പോൾ നാളെ പകൽ സമയത്തോ സന്ധ്യാസമയത്തോ നിങ്ങളുടെ വീടുകളിലോ നിങ്ങളുടെ വീടുകളുടെ പരിസരത്തോ മൂങ്ങയെ കാണുവാൻ കഴിഞ്ഞാൽ മഹാഭാഗ്യമാണ്. അത് അവിടെ ഇരിക്കട്ടെ, അതിനെ ഒരിക്കലും ആടി ഭയക്കരുത്, ഉപദ്രവിക്കരുത്. നിങ്ങളുടെ ജീവിതത്തിൽ മഹാലക്ഷ്മി ദേവി നിധികുംഭം നൽകി അനുഗ്രഹിക്കാൻ പോകുന്നതിന്റെ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് നാളത്തെ ദിവസം സന്ധ്യയ്ക്കോ പകൽ സമയത്തോ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ വീട്ടിലോ മൂങ്ങയെ കാണുവാൻ സാധിക്കുന്നത്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്നതാണ്. നാളത്തെ രാത്രി, നാളെ വെള്ളിയാഴ്ച രാത്രി മഹാലക്ഷ്മി ദേവിയെ സ്വപ്നത്തിൽ കാണും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നാളെ ഉച്ചയ്ക്ക് ഉറങ്ങുന്ന സ്വഭാവക്കാരാണെങ്കിൽ ആ സമയത്ത്, പകൽ ഉറങ്ങുന്ന സമയത്ത് മഹാലക്ഷ്മി ദേവിയെ സ്വപ്നത്തിൽ കാണും എന്നുള്ളതാണ്. അപ്പോൾ നാളെ വെള്ളിയാഴ്ച പകൽ സമയത്തോ രാത്രി സമയത്തോ നിങ്ങൾ മഹാലക്ഷ്മി ദേവിയോ ഭഗവതിയെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രമോ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ മഹാലക്ഷ്മി ദേവി നിങ്ങളുടെ വീടുകളിലേക്ക് വരുന്നതിന്റെ ലക്ഷണമാണ്. അപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ക്ഷേത്രങ്ങളോ, നിങ്ങൾ വീടിന്റെ അടുത്തുള്ള കുടുംബക്ഷേത്രങ്ങളാകാം, അല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം പോകുന്ന ക്ഷേത്രങ്ങളാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദേവിയെയോ ഭഗവതിയോ ഒക്കെ നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയാണെങ്കിൽ മഹാലക്ഷ്മി നിങ്ങളുടെ ജീവിതത്തിലേക്ക് സർവ്വ ഐശ്വര്യങ്ങളും നൽകുവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ്. ഭഗവതി മഹാലക്ഷ്മി ദേവി നേരിട്ട് വന്ന് നിങ്ങൾക്ക് ദർശനം നടത്തിയതിന്റെ ലക്ഷണങ്ങളാണ് സ്വപ്നത്തിൽ മഹാലക്ഷ്മിയെ, ദേവിയെയോ ക്ഷേത്രങ്ങളെയോ ഒക്കെ കാണുക എന്നുള്ളത്. ഇത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒന്നല്ല, അപൂർവങ്ങളിൽ അപൂർവങ്ങളായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്. കോടാനുകോടി ആളുകൾ നമ്മുടെ ഭൂമുഖത്തുണ്ടെങ്കിലും വളരെ ചുരുക്കം പേർക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സ്വപ്ന ദർശനം ലഭിക്കാറുള്ളൂ. ഏറ്റവും വലിയ സൗഭാഗ്യത്തിന്റെ ലക്ഷണമാണ് ഭഗവതി ഉണ്ട് കൂടെ, ജീവിതം രക്ഷപ്പെടുവാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ഈ സ്വപ്നങ്ങൾ. ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ചിത്രശലഭങ്ങൾ പ്രവേശിക്കുക എന്നുള്ളതാണ്. മഹാലക്ഷ്മി സാന്നിധ്യമുള്ള വീടുകളിൽ ധാരാളം ചിത്രശലഭങ്ങളും പൂക്കളും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവതിയുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ വന്നു എന്നുള്ളതിന്റെ സൂചനകളാണ് ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത്. പതിവിലും കൂടുതൽ പൂക്കൾ നാളത്തെ ദിവസം വെള്ളിയാഴ്ച വിരിഞ്ഞു നിൽപ്പുണ്ടാവും. എല്ലാ ദിവസവും ചിലപ്പോൾ 2 3 അല്ലെങ്കിൽ കുറച്ച് പൂക്കളൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നാളത്തെ ദിവസം പതിവിലും കൂടുതൽ പൂക്കൾ ഇങ്ങനെയുള്ള വീടുകളിൽ വിരിഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. അപ്പോൾ വീടുകളിൽ ചെടികൾ വളർത്തുന്നവരാണെങ്കിൽ നാളത്തെ ദിവസം വളരെയധികം ചെടികൾ പൂവിട്ട് നിൽക്കുന്നുണ്ടാവും. അതുപോലെ അതിന്റെ ചുറ്റും ഒട്ടനവധി ചിത്രശലഭങ്ങളെയും നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരു ചിത്രശലഭമെങ്കിലും വീടിനകത്തേക്ക് പ്രവേശിക്കും എന്നുള്ളതാണ്. വീടിനുള്ളിൽ കയറി ഇറങ്ങിയിട്ട് ഒന്ന് പറന്ന് കളിച്ചിട്ട് അത്തരം ചിത്രശലഭങ്ങൾ പുറത്തേക്ക് പോകും. അപ്പോൾ അങ്ങനെ ചിത്രശലഭങ്ങൾ നമ്മുടെ വീടുകളിലേക്ക് പ്രവേശിക്കുന്നത്, നമ്മുടെ വീടിന് ചുറ്റും കാണുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ആ വീടുകളിൽ ഉണ്ടാവും. ചിത്രശലഭം നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് പുറത്തേക്ക് പോകുന്നത് മഹാലക്ഷ്മി ദേവി നമ്മുടെ വീടിനുള്ളിൽ കയറി നമ്മളെ അനുഗ്രഹിച്ചിട്ട് പോകുന്നതിന് തുല്യമാണ്. നാളെ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ വീടുകളിലേക്ക് ചിത്രശലഭം കയറിയാൽ ആ വീടുകളിലെ എല്ലാ ദാരിദ്ര്യവും മാറും, എല്ലാ ദുഃഖ ദുരിതങ്ങളും മാറും, സർവ്വ അനുഗ്രഹങ്ങളും സർവ്വ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അത്തരം വീടുകളിൽ വന്നു ചേരും. അപ്പോൾ അങ്ങനെ നാളത്തെ ദിവസം ചിത്രശലഭങ്ങൾ വീടുകളിൽ വരികയാണെങ്കിൽ ഒരു രീതിയിലും അതിനെ ഉപദ്രവിക്കരുത്. എല്ലാ അനുഗ്രഹങ്ങളും, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരും. അങ്ങനെ നിങ്ങൾ ചിത്രശലഭങ്ങളെ കാണുകയാണെങ്കിൽ അത് കമന്റ് ബോക്സിൽ ഒന്ന് സൂചിപ്പിക്കുക. ഇനി അഞ്ചാമത്തെ ശുഭലക്ഷണം എന്ന് പറയുന്നത് ദീർഘനാളായിട്ട് നിങ്ങൾക്ക് കിട്ടാതിരുന്ന വകയിൽ ഏതെങ്കിലും രീതിയിലുള്ള സമ്പത്ത്, പണം നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതിൽ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ശമ്പളം ലഭിക്കാതിരുന്നത് കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചിലപ്പോൾ കടം കൊടുത്തതായിരിക്കാം. ഏതെങ്കിലും രീതിയിൽ, അത് ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ, ഏതെങ്കിലും രീതിയിൽ അത്തരം ധനം, അത്തരം പണം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേർന്നാൽ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ജീവിതത്തിൽ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. എല്ലാ രീതിയിലും ഭഗവതി നിങ്ങളെ അനുഗ്രഹിക്കും എന്നുള്ളതാണ്. അതായത് മുടങ്ങിക്കിടക്കുന്ന ധനം നാളത്തെ ദിവസം, നാളെ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് കിട്ടുക എന്ന് പറയുന്നത് അതീവ ശുഭകരമാണ്. നാളത്തെ ദിവസം ഭഗവതി ഉള്ളിടത്തേക്ക് ധനം, പണം വരുമെന്ന് പറയുക. നാളെ അങ്ങനെ പണം കിട്ടുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. വരുവാൻ പോകുന്ന ഒരുപാട് ധന വളർച്ചയുടെ, പണപ്പെരുപ്പത്തിന്റെ ലക്ഷണമാണത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ നാളത്തെ വെള്ളിയാഴ്ച സംഭവിക്കുകയാണെങ്കിൽ വരാനിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും സൗഭാഗ്യത്തിന്റെയും സാന്നിധ്യമാണ്, ലക്ഷണമാണ്. ആറാമത്തെ ലക്ഷണം, നാളത്തെ ദിവസം, നാളെ വെള്ളിയാഴ്ച നിങ്ങളുടെ തുളസിയുടെ ചുവട്ടിൽ
പല്ലികളെ കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ ദിവസം ഏതെങ്കിലും വിധത്തിൽ തുളസി തറയിലോ തുളസി നിൽക്കുന്നിടത്തോ പല്ലികളെ കാണുവാൻ കഴിഞ്ഞാൽ അതീവ ശുഭകരമാണ്. ചിലപ്പോൾ രാവിലെ നിങ്ങൾ ജോലിക്ക് പോകാൻ ഇറങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് വീട്ടിൽ തിരിച്ചെത്തുന്ന സമയത്തോ അതല്ലെങ്കിൽ മറ്റ് എങ്ങോട്ടെങ്കിലും നിങ്ങൾ പോകാൻ ഇറങ്ങുന്ന സമയത്തോ മറ്റേതെങ്കിലും ഒരു സമയത്ത് തുളസിയുടെ ചുവട്ടിൽ പല്ലികളെ കാണുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായ എല്ലാ രീതിയിലുള്ള ഐശ്വര്യങ്ങളും വിജയങ്ങളും ഉയർച്ചയും ജീവിതത്തിൽ വന്നു ചേരുന്നതിന്റെ ലക്ഷണങ്ങളാണ്. അപ്പൊ നാളത്തെ ദിവസം, നാളെ വെള്ളിയാഴ്ച ദിവസം പകൽ സമയത്തോ രാത്രിയിലോ എപ്പോഴെങ്കിലും അങ്ങനെ പല്ലികളെ കാണുവാൻ, തുളസിയുടെ ചൂട്ടിൽ പല്ലികളെ കാണുവാൻ കഴിഞ്ഞാൽ ഏറ്റവും നല്ല ലക്ഷണങ്ങളിൽ ഒന്നാണ്. രാവിലെയോ ഇല്ലെങ്കിൽ ഏതെങ്കിലും സമയത്തോ നിങ്ങൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ, പുറത്ത് മറ്റൊരു കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ, ജോലിക്കോ മറ്റേതെങ്കിലും കാര്യത്തിന് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ തുളസി ചുവട്ടിൽ പല്ലികളെ കാണുന്നത് ഏറ്റവും ശുഭകരമായ അത്യുത്തമമായ ശകുനമാണ്. അപ്പോൾ നാളത്തെ ദിവസം, നാളെ വെള്ളിയാഴ്ച ഏതെങ്കിലും സമയത്ത് തുളസി ചുവട്ടിൽ പല്ലികളെ കാണുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമാണ്. ശകുനങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമമായ ഒന്നാണ്. തുളസി എന്ന് പറയുന്നത് ലക്ഷ്മിയാണ്. അത്തരത്തിലുള്ള തുളസിയുടെ ചുവട്ടിൽ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം ഗൗളിയെ കാണുവാൻ കഴിഞ്ഞാൽ, പല്ലിയെ കാണുവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇങ്ങനെ കാണുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സർവ്വ സങ്കടങ്ങളും ദുഃഖങ്ങളും ഇനിമേൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം, നാളെ വെള്ളിയാഴ്ച ത്രിസന്ധ്യയ്ക്ക് നിങ്ങൾ വീട്ടിൽ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് കുയിലിന്റെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ്. കുയില് ശബ്ദം ഉണ്ടാക്കുന്നത് കേൾക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ്. ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് കൊളുത്തുന്ന സമയത്തോ അല്ലെങ്കിൽ നിലവിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങൾ വീടിന്റെ ഉമ്മറത്തോ ഏതെങ്കിലും ഭാഗത്തോ നിൽക്കുന്ന സമയത്ത് കുയിലുകൾ കൂവുന്ന ശബ്ദം കേൾക്കുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അത്തരം വീടുകളിലേക്ക് വരുവാൻ പോകുന്നു, ആ വീട് രക്ഷപ്പെടുവാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങൾ തെളിയിക്കുന്ന നിലവിളക്കിൽ മഹാലക്ഷ്മി സംപ്രീതയായി അത്തരം വീടുകളിലേക്ക് മഹാലക്ഷ്മി വലതുകാൽ വെച്ച് കയറി വരുമ്പോൾ കുയിലുകൾ കുരവയിടുമെന്നാണ് പറയുന്നത്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് കുയിലുകൾ ശബ്ദമുണ്ടാക്കുമെന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ വെള്ളിയാഴ്ച ദിവസം നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് കുയിലിന്റെ ശബ്ദങ്ങൾ കേൾക്കാൻ സാധിക്കുന്നത്, കുയിലുകൾ കുരവയിടുന്നത് കേൾക്കുവാൻ സാധിക്കുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യമാണ്. അത്തരം വീടുകളിലേക്ക് മഹാലക്ഷ്മി എഴുന്നള്ളുന്നു എന്നുള്ളതാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും മഹാഭാഗ്യത്തിന്റെയും ദിവസങ്ങൾ തുടങ്ങുവാൻ പോകുന്നു എന്നുള്ളതാണ്. അത്തരത്തിൽ ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ എല്ലാവരും അതൊന്ന് സൂചിപ്പിക്കുക. ഇനി എട്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം രാവിലെ നിങ്ങൾ ഒരു വഴിക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത്, അത് ചിലപ്പോൾ തൊഴിൽ ചെയ്യുവാൻ പോകുന്ന സമയത്തായിരിക്കാം, ഏതെങ്കിലും ഒരു സമയത്ത് അങ്ങനെ നിങ്ങൾ ഒരിടത്തേക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉപ്പന് ശകുനം കാണുവാൻ സാധിക്കുക എന്നുള്ളതാണ്. നാളത്തെ ദിവസം, നാളെ മഹാമുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം അങ്ങനെ നിങ്ങൾ ഒരു വഴിക്ക് പോകുവാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഉപ്പനെ കാണുവാൻ സാധിച്ചാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളിൽ ഒന്നാണ്. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. മഹാലക്ഷ്മി നിങ്ങളെ അനുഗ്രഹിക്കാൻ പോകുന്നതിന്റെ ലക്ഷണമാണ്. ചിലപ്പോൾ നിങ്ങൾ വീടുകളിൽ നിന്ന് ഇറങ്ങി വഴിയിലേക്ക് കയറുന്ന സമയത്തായിരിക്കാം വഴിയരികിൽ എവിടെയെങ്കിലും ഒരു ഉപ്പനെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ ഉപ്പനെ ശകുനമായിട്ട് കാണുകയാണെങ്കിൽ മഹാലക്ഷ്മിക്കൊപ്പം മഹാവിഷ്ണുവും നിങ്ങളിൽ പ്രീതനായി എന്നുള്ളതിന്റെ ശുഭലക്ഷണമാണ്. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും ഒരുപോലെ നിങ്ങളെ അനുഗ്രഹിക്കും. നാളെ മുപ്പട്ട് വെള്ളിയാഴ്ച ദിവസം മഹാവിഷ്ണുവിനൊപ്പമാണ് മഹാലക്ഷ്മി സഞ്ചരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് കാര്യത്തിനാണോ നാളത്തെ ദിവസം ഇറങ്ങി പുറപ്പെടുമ്പോൾ ഉപ്പനെ കാണുന്നത്, നിങ്ങൾ പോകുന്ന കാര്യം 100% നടക്കും. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും. ജീവിതത്തിന്റെ വഴിത്തിരിവാകുന്ന പല മാറ്റങ്ങളും വന്നു ചേരും. എല്ലാ രീതിയിലുള്ള സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും വന്നു ചേരും. ഇനി 9ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം, നാളെ ത്രിസന്ധ്യയ്ക്ക് നിലവിളക്ക് തെളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആ നിലവിളക്കിന് ഒരു വല്ലാത്ത സുഗന്ധം അനുഭവപ്പെടും എന്നുള്ളതാണ്. ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വിധത്തിൽ നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുക. അത് ചന്ദനത്തിരിയുടെ ഒന്നുമല്ല, ഒരു വല്ലാത്തൊരു സുഗന്ധം, ഏറ്റവും ഊഷ്മളമായൊരു സുഗന്ധം അനുഭവപ്പെടുക. മഞ്ഞളിന്റെയോ സാമ്പ്രാണിത്തിരിയുടെയോ പൂക്കളുടെയോ ഒന്നും സുഗന്ധമല്ല, നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത തരത്തിലുള്ള നല്ലൊരു സുഗന്ധം അനുഭവപ്പെടുക, ആ നിലവിളക്കിൽ നിന്ന് അനുഭവപ്പെടുക. മഹാലക്ഷ്മി മഹാവിഷ്ണു രണ്ടുപേരും നമ്മളെ അനുഗ്രഹിക്കുന്നതിന്റെ ഏറ്റവും ശുഭകരമായ ലക്ഷണമാണത്.
അപ്പോൾ ആസ്വദിച്ചിട്ടും ആസ്വദിച്ചിട്ടും മതിയാകാത്ത രീതിയിലുള്ള നല്ലൊരു സുഗന്ധം അനുഭവപ്പെട്ടാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവിന്റെ ശുഭലക്ഷണമാണ്. ഭഗവാനും ഭഗവതിയും എവിടെയുണ്ടോ അവിടെ ഇത്തരത്തിലുള്ള സുഗന്ധം അനുഭവപ്പെടും. ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ഒരുപോലെ ആ വീടുകളിൽ ഉള്ളവർക്ക് വന്നു ചേരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലക്ഷണം കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിക്കാം ഭഗവതി അവിടെയുണ്ട്, ഭഗവതിയുടെ സാന്നിധ്യം അവിടെയുണ്ട്, അമ്മയുടെ സാന്നിധ്യം അവിടെയുണ്ട്, കുടുംബ പരദേവതയുടെ സാന്നിധ്യം അവിടെയുണ്ട്. ഈ 10ാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നാളത്തെ ദിവസം നിങ്ങൾ പ്രതിസന്ധിക്ക് നിലവിളക്ക് തെളിയിക്കുന്ന സമയത്ത് ആ നിലവിളക്കിന്റെ നാളം നന്നായി ഉയർന്നു കത്തുന്നത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ്. നിലവിളക്കിന്റെ ഓരോ ഭാഗങ്ങളിൽ ഓരോ ദേവീദേവന്മാർ വസിക്കുന്നു എന്നാണ് പറയുന്നത്. നിലവിളക്കിന്റെ നാളത്തിൽ വസിക്കുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. മഹാലക്ഷ്മി ആ വീടുകളെ അനുഗ്രഹിക്കാൻ പോകുന്നു, ആ വീട്ടിൽ സർവ്വ സൗഭാഗ്യങ്ങൾ നൽകുവാൻ പോകുന്നു എന്നുള്ളതാണ് നാളം നന്നായി ഉയർന്നു കത്തുന്നതിന്റെ ലക്ഷണം. പല വീടുകളിലും എത്ര കത്തിച്ചാലും ആ തിരിനാളം പൊങ്ങത്തില്ല. അതേസമയം ചിലയിടങ്ങളിൽ ഇങ്ങനെ ആളി കത്തും, നല്ല ഉയർച്ചയിൽ കത്തും. ആളി കത്തുന്നത് കാണുമ്പോൾ ചിലരൊക്കെ ആ തിരി ഇറക്കി വെച്ചു കൊടുക്കും. അങ്ങനെ ഇറക്കി വെച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അങ്ങനെ ആളി കത്തുന്നത് നന്നായിട്ട് ഉയർന്നു കത്തുന്നത് മഹാലക്ഷ്മിയുടെ സാന്നിധ്യം, മഹാലക്ഷ്മി ആ വീടുകളിൽ കുടികൊള്ളുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അത്രമാത്രം ലക്ഷ്മി പ്രീതിയുള്ള വീടുകളിലെ നിലവിളക്കാണ് ഇങ്ങനെ ഉയർന്നു കത്തുന്നത്. നാളം എന്ന് പറയുന്നത് ലക്ഷ്മി ദേവിയാണ്. ലക്ഷ്മി ദേവിയുടെ പ്രീതി, ലക്ഷ്മി പ്രീതി ആ വീടുകളിലുണ്ട്. മഹാലക്ഷ്മിയുടെ സാന്നിധ്യമുണ്ട്, മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണത്. കരിന്തിരി എരിയാതെ നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഉയർന്നു കത്തുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ്. കരിന്തിരി കത്തിയാൽ മരണദുഃഖം ഫലമെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരിക്കലും കരിന്തിരി കത്തുവാൻ നമ്മൾ അനുവദിക്കരുത്. നന്നായി ഉയർന്നു കത്തുന്നത് ഏറ്റവും ഐശ്വര്യകരമാണ്. ആളി കത്തുന്നുണ്ട് എങ്കിൽ അത് മഹാലക്ഷ്മി പ്രീതിയുടെ ലക്ഷണമാണ്, അത് ദോഷമല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞ 10 ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നാളത്തെ ദിവസം, നാളെ വെള്ളിയാഴ്ച ദിവസം കാണുവാൻ കഴിഞ്ഞാൽ ഏറ്റവും ശുഭകരമായ മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന, നിങ്ങളുടെ വീടുകളിലേക്ക് വന്നു ചേരുന്ന, നിങ്ങളുടെ വീടുകൾ രക്ഷപ്പെടുവാൻ പോകുന്നതിന്റെ ശുഭലക്ഷണമാണ്. എല്ലാവരെയും മഹാലക്ഷ്മി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു അധ്യായത്തിൽ കാണുന്നവരെ എന്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയപൂർവമായ നന്ദി, നമസ്കാരം.